ബാലചന്ദ്രനും ഗോവർദ്ധനും റൂം വെക്കേറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ബാലേട്ടൻ എനിക്ക് ഇന്നലെ തന്ന ടെൻഷൻ ഏറ്റവും വലുതായിരുന്നു. വലിയൊരു ബോംബാണ് ബാലേട്ടൻ പൊട്ടിച്ചത്. ഞാൻ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അത് വെറുതെ ഒരു കഥ പറഞ്ഞാലേ, അതെല്ലാം നീ മറന്നേക്കേ എന്ന് പറയുന്നുണ്ട്. അല്ല, അത് വെറുമൊരു കഥയല്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ മുമ്പ് നടന്നതെല്ലാം ഓർത്തെടുത്തു. അതെല്ലാം സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. ബാലേട്ടന് എപ്പോഴാണ് അലീന വൈജി ചേച്ചിയുടെ മകളാണ് എന്നുള്ള സംശയം തോന്നിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കത്രിക തട്ടി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ രേവതിക്കുട്ടിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. കൂടപ്പിറപ്പല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ച് നോക്കി. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ എൻ്റെ മക്കളെ നോക്കുന്നു. സ്വന്തം അച്ഛനെ പോലെ എന്നെ കാണുന്നു. വൈജിയുടെ അമ്മയെ മുത്തശ്ശിയെ പോലെയാണ് അലീന കാണുന്നത്. ഇതെല്ലാം നോക്കിയപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അങ്ങനെ അവളുടെ ഫോണിൽ ഞാനൊരു ആപ്പ് കയറ്റിയിട്ട് അവരുടെ ഫോൺ സംഭാഷണം ഞാൻ കേട്ടു, റെക്കോർഡ് ചെയ്തിട്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഞാനിത് സത്യമാണോ എന്ന് അറിയാൻ ഗംഗേട്ടൻ്റെ അടുത്ത് പോയി. ഗംഗേട്ടൻ്റെ അടുത്തും കാര്യങ്ങൾ അന്വേഷിച്ചു. അയാൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. പിന്നെ കാര്യങ്ങളെല്ലാം സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ അതറിഞ്ഞ ശേഷമാണ് എനിക്ക് അറ്റാക്ക് വന്നത്. അവർക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു ബോംബായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനത് പൊട്ടിക്കാതെ അങ്ങനെ തന്നെ വെച്ചു. അവരെ ഇറിറ്റേറ്റ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ അലീനയെ അവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ എനിക്കത് അലീനയുടെ അടുത്ത് പറയേണ്ടി വന്നു. അത് കേട്ടപ്പോൾ അലീന, ഇനി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല എന്ന് പറഞ്ഞിട്ട് അവളും അവിടെ തന്നെ പിടിച്ചു നിൽക്കുകയായിരുന്നു. 23 വർഷക്കാലം അനാഥാലയത്തിൽ ജീവിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ സ്വന്തം അമ്മ തന്നെ ആട്ടിയിറക്കുന്ന ഒരവസ്ഥ, അത് ഏത് മക്കൾക്കും ഉണ്ടാവരുത് ഗോവർദ്ധ. അത്രയും അലീന സഹിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ അവൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം അവൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ. അതുകൊണ്ടാണ് സ്റ്റാലിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്കൊരു മകളുണ്ട് എന്ന് അറിയിച്ചത്. അവളെ ഏറ്റെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവർദ്ധൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ബാലേട്ടനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ബാലേട്ടനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു അവസരമായി ഇത്. സോറി, ഞങ്ങൾ ഒരുപാട് ബാലേട്ടനെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവർദ്ധൻ മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം താൻ മാപ്പൊന്നും ചോദിക്കുന്നുണ്ട്. എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ വെറുമൊരു കീടമാണ്, ഓടയിൽ കിടക്കുന്ന ഒരു പുഴു മാത്രമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അലീന ഇനി ആ വീട്ടിൽ നിന്ന് പോയാലും വൈജ എൻ്റെ ഭാര്യയായിട്ടും ഞാൻ അവളുടെ ഭർത്താവുമായിട്ടും ഇരിക്കില്ല. ഞങ്ങൾ തമ്മിൽ പിരിയുകയെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സത്യം എല്ലാവരെയും അറിയിക്കേണ്ടിയും വരും. അതുകൊണ്ടാണ് ഞാൻ ഗോവർദ്ധൻ്റെ അടുത്ത് പോലും ഇപ്പോൾ പറയാനുണ്ടായ കാര്യം അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. വൈജിയുടെ വീട്ടുകാരെ എന്നെ ചതിക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവർദ്ധൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധനും പറയുന്നുണ്ട്, ചതിക്കപ്പെട്ടു അല്ലേ ബാലേട്ട എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ലോകത്ത് നടക്കുന്നതല്ലേ ഗോവർദ്ധ. ഓരോ കുട്ടികളെ വയറ്റിലിട്ടിട്ടായിരിക്കും ഓരോ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുക. കല്യാണം കഴിഞ്ഞ ശേഷം അവർക്ക് ആ ട്രോഫി കൊടുക്കുന്നു. പക്ഷേ വൈജ ഇവിടെ ട്രോഫി ഉപേക്ഷിച്ച ശേഷമാണ് എന്നെ കല്യാണം കഴിച്ചത്. അതിൽ അവളുടെ കയ്യിൽ ഞാൻ നോക്കുമ്പോൾ ഒരു തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.